എല്ലാവർക്കും ഇരിക്കാം. ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന പൊതുവാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പ്രാർത്ഥിച്ചു. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം ആരാധനയിലൂടെ അങ്ങയെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ഹൃദയനുറുക്കത്തോടും ആത്മഭാരത്തോടും ദൈവസന്നിധിയിലായിരിക്കാൻ സഹായിക്കാം. ഈ ജനത്തെയും അടിയനെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നല്ല ചിന്തകളാൽ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ആരാധനയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ച് ദൈവിക നന്മകളാൽ നിങ്ങളുടെ വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു അനുഗ്രഹീതമായ ഈസ്റ്റർ സഭയായി നാം ആഘോഷിച്ച് ദേശത്തിൽ ക്രൈസ്തവ സാക്ഷ്യം പകർന്ന് ഈ നാളുകളിൽ നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഇത് ദൈവത്താൽ അനുഗ്രഹീതമായ സന്തോഷകരമായ അനുഭവങ്ങളാണ്. പ്രിയമുള്ളവരെ, ദൈവജനം എവിടെയെല്ലാം ഒരുമനപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ എവിടെയായിരുന്നാലും ആയവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്നതാണ്. അപ്രകാരം ഒരുമനപ്പെടുവാനുള്ള അതേ ഒരുക്കത്തോടുകൂടെ നാം ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. വിഭാഗീയ ചിന്തകളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഒരുമനപ്പെടുവാനുള്ള ഒരു അനുഭവമാണ് ഈ നാളുകളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒരുമയുണ്ടെങ്കിൽ നമുക്കിനിയും അനേകം അതേ വർദ്ധനവിന്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇനിയും അനേകം മുമ്പോട്ട് പ്രയാണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മുടെ ശുശ്രൂഷകൾ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ആത്മാർത്ഥമായ സഹകരണം ഈ നാളുകളിൽ സഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമനപ്പെടാം. പ്രാർത്ഥനയോടുകൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ ആരാധിച്ച് അവന്റെ മക്കളെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം ഉയർത്ത കർത്താവുമായുള്ള കൂടിക്കാഴ്ച അഥവാ കൂട്ടായ്മ എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന വിവരണമാണ് നാം ഇന്ന് സുവിശേഷ വേദഭാഗത്തിലൂടെ വായിച്ചു കേട്ടത്. പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിലൂടെ ശിഷ്യന്മാരെ തന്നിൽ യഥാസ്ഥാനപ്പെടുത്തുകയും ഉറപ്പിക്കുകയുമാണ് കർത്താവായ യേശു ചെയ്യുന്നത്. പുനരുത്ഥാനം ചെയ്ത യേശുവിന്റെ ആദ്യ പ്രത്യക്ഷതയിൽ ശിഷ്യന്മാർക്ക് സമാധാനം അരുളുന്നുണ്ട്. തുടർന്ന് പരിശുദ്ധാത്മാവിനെ അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് ശിഷ്യന്മാരോടൊപ്പം തോമസ് ഇല്ലാതെ പോയി എന്ന് അവരുടെ ഭാഗങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ തുടർന്ന് തോമസിന് വേണ്ടി കർത്താവായ യേശു വീണ്ടും പ്രത്യക്ഷനാകുന്നുണ്ട്. അതിനെ തുടർന്ന് 21-ാമത്തെ അധ്യായമായിരിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് യേശു വീണ്ടും പ്രത്യക്ഷനാകുന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതിനെ തുടർന്നുള്ള തന്റെ പ്രത്യക്ഷതയും ഈ യേശുവിന്റെ പ്രത്യക്ഷത ലഭ്യമല്ലാതെ പോയ തോമസ് ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അംഗീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഇവിടെ കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി അപഗ്രഹിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് തോമസ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ആ ഉണ്മ അഥവാ സത്യം അംഗീകരിക്കുന്നത്. തോമസിനെ മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില സംഗതികളുണ്ട്.
ഈ തോമസിന്റെ വ്യത്യസ്തതകളാണ് കർത്താവായ യേശുവിനെ ഉയർത്തെഴുന്നേറ്റവനായി കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി ഈ ലോകത്തിൽ അവതരിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യവും നാം വിസ്മരിക്കുവാൻ പാടുള്ളതല്ല. ഇവിടെ ഒന്നാമത്തെ നമ്മുടെ ചിന്ത കൂട്ടായ്മയിൽ വസിക്കുന്നതിനേക്കാൾ ഏകാന്തത തോമസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കർത്താവായ യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം തോമസ് മറ്റ് ശിഷ്യന്മാരോടൊപ്പം ആയിരിക്കാതെ ഏകാന്തത ഇഷ്ടപ്പെട്ടു എന്നാകുന്നു വേദഭാഗങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ഒറ്റപ്പെടൽ തോമസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു ജീവിത അനുഭവമായിരുന്നു. ഒരുപക്ഷേ മറ്റു ശിഷ്യന്മാരെക്കാൾ യേശുവിന്റെ ക്രൂശീകരണത്തിൽ മനോവ്യഥ അനുഭവിച്ച ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ തോമസ്. അതുകൊണ്ടായിരിക്കണം അവൻ ഒറ്റപ്പെട്ടു പോയതും ഏകാന്തതയുടെ ദുരിതത്തിൽ അവരെ പ്രാപിച്ചത്. ഇവിടെ സഹവിശ്വാസികളോടും തന്റെ ക്രിസ്തു സഹോദരങ്ങളോടുമുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ തോമസിന്റെ ജീവിതത്തിൽ ഏകാന്തതകളും സഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായ വേദനകളും ഏകാന്തതയിൽ വളരെ ഭയാനകമായ ജീവിതങ്ങളിലേക്ക് താണുപോകുന്നതായ ഒരു തോമസിനെയാണ് നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ക്രിസ്തു ശിഷ്യരെന്ന് അഭിമാനിക്കുന്ന നാമം കൂട്ടായ്മകളെ അവഗണിച്ചുകൊണ്ട്, അഥവാ ക്രിസ്തു സഹോദരങ്ങളായിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ഇതുപോലെ ഏകാന്തതകളിൽ അഭയം പ്രാപിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന് തീരാ ദുഃഖങ്ങളും വേദനകളും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുമായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. സഭ നമുക്ക് നൽകുന്നതായ സന്തോഷകരമായ കൂട്ടായ്മകളാണ് ദൈവിക ആരാധനകൾ. സഭ നമുക്ക് നൽകുന്ന ക്രിസ്തീയ സാഹോദര്യമാണ് ഈ ആരാധനയിലൂടെ നാം ഒരുമപ്പെടുമ്പോൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ആരാധനകളും കൂട്ടായ്മകളും നമുക്ക് നൽകുന്നതായ ആത്മീയത എന്ന് പറയുന്നത് ഏകാന്തതയുടെ ദുരിതങ്ങളിൽ നിന്നും കൂട്ടായ്മയുടെ ശീതള ഛായയിലേക്ക് ദൈവവുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഒരുമനപ്പെടുവാനുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുവാൻ ഒരുമനപ്പെടുകയും ആരാധനകളെ അലക്ഷ്യമായി എണ്ണാതെയും ക്രിസ്തീയ സഹോദരങ്ങളോടൊരുമിച്ച് ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്നുള്ളതായ ആ ഒരു ആത്മീയ അനുഭവത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ ആരാധിക്കുവാനും ആ കൂട്ടായ്മയിൽ നിലനിൽക്കുവാനും അവിശ്വാസിയാകാതെ വിശ്വാസിയായി ജീവിതം നയിക്കുവാനും ദൈവം ഈ നാളുകളിൽ നമ്മിൽ നിന്നും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ സമയങ്ങൾ നാം ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവത്തിലല്ല, കൂട്ടായ്മകളെ അവഗണിക്കുന്ന അനുഭവങ്ങളിലുമല്ല, ഏകാന്തതയിൽ അഭയം പ്രാപിക്കുന്നതിനേക്കാൾ ദൈവിക ആരാധനകളിലൂടെ കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവുമായുള്ളതായ ഒരു ആത്മീയ ബന്ധം നാം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതായ സാഹചര്യങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം ജനം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു അനുഭവമാണ്. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുന്ന അനുഭവം, അല്ലെങ്കിൽ ദൈവിക സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം, അതല്ലെങ്കിൽ കൂട്ടായ്മയുടെ ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളിൽ നിന്നും കൂട്ടായ്മയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു വരിക, ആരാധനകളിൽ പ്രാർത്ഥനയോടെ കടന്നു വന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് യേശു പ്രദാനം ചെയ്യുന്ന സമാധാനം അനുഭവിച്ച് യേശു പകർന്നു തരുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതങ്ങളെ നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ചിന്ത, ഗ്രഹിക്കുവാൻ കഴിയാത്തതിനെ ഗ്രഹിച്ചു എന്ന് അവകാശപ്പെടുവാൻ ഇവിടെ തോമസ് തയ്യാറല്ല എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മുടേതായ ജീവിതങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യങ്ങളും എനിക്കറിയാമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരാണ് ഞാൻ നിങ്ങൾ. എന്നാൽ ഇവിടെ തോമസ് നമുക്ക് ഏറ്റുന്നത് ഉദാഹരണമാണ്. വസ്തുതകൾ കാര്യകാരണ സഹിതം ഉൾക്കൊള്ളാനുള്ളതായ ആ തോമസിന്റെ ആഗ്രഹം
വസ്തുനിഷ്ഠാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി അപഗ്രഹിച്ച് അതിനനുസരിച്ച് തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ് തോമസിന്റേത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവിടെ യേശു പറയുന്നു, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ഉടനെ തോമസ് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് പോലും ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ എങ്ങനെ വഴി അറിയും എന്നുള്ളതായ ചോദ്യമാണ്. ഇവിടെ ക്രിസ്തുവിന്റെ എല്ലാ ശിഷ്യരും യേശുവിന്റെ ഈ ആത്മീയ പൊരുൾ കേട്ട് ഉത്തരം മനസ്സിലാക്കുവാൻ കഴിയാതെ ഇവിടെ പ്രവചിക്കുമ്പോൾ തോമസ് ആണ് തനിക്കത് മനസ്സിലായില്ല എന്ന് വ്യക്തമായി യേശുവിന്റെ മുമ്പാകെ പറയുന്നത്. അപ്പോഴാണ് യേശു ലോകത്തോട് ഒരു പ്രഖ്യാപനം നടത്തുന്നു. അതെ, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ളതായ ഒരു സത്യം ഇവിടെ തോമസിന്റെ വസ്തുനിഷ്ഠപരമായ ആ ഒരു ചോദ്യത്തിന്റെ മുൻപിലാണ് യേശു ലോകത്തോട് അവതരിപ്പിക്കുന്നത്. അതെ, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ളതായ ആ വ്യക്തമായ ആത്മീയ സത്യം ഇവിടെ യേശു ലോകത്തിന് നൽകുന്നത് ഈ തോമസിന്റെ സംശയത്തിന്റെ മുൻപിലാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തക ചരിത്രം നാം പഠിക്കുമ്പോൾ ഇവിടെ തോമസിനെ ഒരു ഭീരുവായിട്ടല്ല വേദപുസ്തകം അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ 11:16 പ്രകാരം പറയുന്നു, അവനോട് കൂടെ മരിക്കേണ്ടതിന് നാം പോകാം. ഇത് തോമസിന്റെ ഒരു പ്രസ്താവനയാണ്. സധൈര്യത്തോടുകൂടെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാനുള്ള തോമസിന്റെ ഒരു ഉൾക്കാഴ്ച നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. തോമസിന്റെ ഈ ധൈര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് AD 52 തോമസ് കേരളക്കരയിലേക്ക് കടന്നു വന്നുവെന്നും ഇവിടെ 7.5 പള്ളികൾ സ്ഥാപിച്ചുവെന്നും ഇവിടെ രക്തസാക്ഷിയായി മരിച്ചു എന്നും ചരിത്രം പഠിപ്പിക്കുകയാണ്. ഈ തോമസിന്റെ ധൈര്യമാണ് ഭാരതത്തിൽ സുവിശേഷം അറിയുവാൻ മുഖാന്തരമായി തീർന്നത് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാരിൽ തോമസ് വളരെ വ്യക്തമായി യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായപ്പോൾ അവിടെ പത്രോസ് ഇല്ലായിരുന്നു. തിരികെ തോമസ് ഇല്ലാതെ പോയി. തോമസിനോട് അവിടെ കൂടിയുള്ള ശിഷ്യഗണങ്ങൾ പറയുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അവിടെ തോമസിന്റെ ഉത്തരം ഇപ്രകാരമാണ്, അവന്റെ കയ്യിൽ ആണിപ്പഴുത് കാണുകയും അവന്റെ കയ്യിലെ ആണിപ്പഴുതിൽ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് എന്റെ കൈകൾ ഇടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് തോമസ് തന്റെ അഭിപ്രായം വ്യക്തമാക്കുകയാണ് ചെയ്തത്. കേട്ട കാര്യങ്ങൾ അതേപടി വിശ്വസിക്കാതെ അതിന്റെ കാര്യകാരണ സഹിതം മനസ്സിലാക്കുവാനാണ് തോമസ് ഇവിടെ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. അതുകൊണ്ട് കർത്താവായ യേശു 8 ദിവസം കഴിഞ്ഞ് വീണ്ടും അവർക്ക് പ്രത്യക്ഷനാകുകയാണ്. തോമസിനോട് പറയുന്നു, നീ നിന്റെ കരങ്ങൾ നീട്ടി എന്റെ ആണിപ്പഴുതേറ്റ കരങ്ങളിലേക്ക് തൊടുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപത്തിലേക്ക് വിടുക, അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് ഇവിടെ യേശു തോമസിനോട് പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വസ്തുനിഷ്ഠമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് തോമസ് ഇവിടെ ചെയ്യുന്നത്. തോമസിന്റെ സംശയങ്ങൾ, തോമസിന്റെ അന്വേഷണപരമായ ആ ഒരു ചോദ്യങ്ങൾ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യേശു ക്രിസ്തുവിന്റെ ആണിപ്പഴുതേറ്റ കരങ്ങളിത, കുന്തം കൊണ്ട് മുറിവേറ്റ വിലാപമിത എന്ന് ലോകത്തിന് മുമ്പിൽ യേശുവിനെ അവതരിപ്പിക്കുവാൻ അതേ പത്രോസിന്റെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സംശയത്തോടുകൂടെയോ അവ്യക്തതയോടുകൂടെയോ ഗ്രഹിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് അവകാശപ്പെടുന്നതിനേക്കാൾ വളരെ വ്യക്തമായി യേശുവിനെ തിരിച്ചറിയേണ്ടവരാണ് ഞാൻ നിങ്ങൾ.
പ്രിയമുള്ളവരെ, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് നാം പറയുന്നത് വ്യക്തിത്വമല്ല. പിന്നെയോ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ യേശുവിനെ എനിക്ക് കാണുവാനായിട്ട് കഴിയണം. ആ യേശുവിനെ എനിക്ക് തൊടുവാനായിട്ട് കഴിയണം. ആ യേശുവിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയണം. അവിശ്വാസിയാകാതെ വിശ്വാസിയായി ജീവിക്കുവാനായിട്ട് കഴിയണം. യേശു പറഞ്ഞ സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയണം. യേശു ഈ ലോകത്തിൽ നൽകിയ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ വളരെ വ്യക്തമായി താൻ മനസ്സിലാക്കിയ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ലോകത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ തോമസ് വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ ചിന്ത, ശരിയാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ തോമസ് തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. തനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ട ആത്മീയ സത്യങ്ങളുടെ മേൽ തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്ന തോമസിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വ്യക്തമായ തോമസ് യേശുവിനോട് പറയുന്നത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്നുള്ളതായ ഒരു അഭിസംബോധനയാണ്. ഇത് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ട് ഇതേ തോമസിനെ പോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം, എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്നുള്ളതായ ഒരു മനോഭാവം. പ്രിയമുള്ളവരെ, ഈ മനോഭാവത്തോടുകൂടെയാണോ നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്? എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന തോമസിന്റെ പ്രഖ്യാപനത്തിൽ 7 മനുഷ്യ സഹജമായ വികാരങ്ങൾ തോമസ് ഇവിടെ പ്രകടിപ്പിക്കുന്നതായിട്ട് വേദപുസ്തക പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത്, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ അത്ഭുതകരമായ ഒരു നിസ്തുല്യ സംഭവമായി തോമസ് അംഗീകരിക്കുന്നു. അത് അത്ഭുതം കൂടിയതായ ഒരു അനുഭവമാണ് എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്നുള്ളതായ അഭിസംബോധന. രണ്ടാമത്, തോമസിന്റെ സന്തോഷത്തെ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ നാം ആരാധിക്കുമ്പോൾ ആ ഒരു ആത്മീയ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെടേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട്, അനുതാപത്തോടുകൂടിയാണ് തോമസ് പറയുന്നത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. താൻ വിശ്വസിച്ച കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയ ആ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ തന്നെ അനുതാപ ഹൃദയത്തോടുകൂടെ സമർപ്പിക്കുന്ന തോമസിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നാലാമത്, തന്റെ ദുഃഖം അവിടെ പ്രകടിപ്പിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ ആദ്യ പ്രത്യക്ഷത നഷ്ടപ്പെട്ടപ്പോൾ യേശുവിന്റെ സമാധാനമോ പരിശുദ്ധാത്മാവിന്റെ നിലവോ അനുഭവിക്കാതെ എനിക്ക് സംഭവിച്ചു പോയല്ലോ എന്നുള്ളതായ ആ ഒരു തീരാ ദുഃഖത്തോടുകൂടെ അവൻ യേശുവിന് മുമ്പിൽ തന്നെ സമർപ്പിക്കുന്നു, എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്നുള്ളതായ ആ ഒരു ദുഃഖത്തിന്റെ അനുഭവം. അഞ്ചാമത്, ഇത് അപ്പോസ്തലനായ തോമസിന്റെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. അത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്നുള്ളത് തോമസിന്റെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. മാത്രവുമല്ല, അതൊരു ഏറ്റുപറച്ചിലുമാണ്. അതായത് എന്റെ കർത്താവും എന്റെ ദൈവവുമായി ഞാൻ യേശുവിനെ അംഗീകരിക്കുന്നു, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതായ വിശ്വാസം. അതോടൊപ്പം ഇതൊരു വിളംബരമാണ്, ഇതൊരു പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ തോമസ് പ്രഖ്യാപിക്കുമ്പോൾ ലോകത്തിന് നൽകുന്നതായ ഒരു പ്രഖ്യാപനം, അത് ഇതേ കർത്താവായ യേശുവിനെ ദൈവത്തോടുള്ള സമത്വത്തിൽ ഉയർത്തപ്പെടുന്നതായ ഒരു അനുഭവമായി തോമസ് ഇതിനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തെ ഇവിടെ തോമസ് വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നതായ ഒരു അനുഭവമായി നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ തോമസിനെ ഇവിടെ കർത്താവായ യേശുവിനെ തോമസ് ദൈവത്തിന്റെ അതേ ആൾ
ആളത്വത്തിലേക്ക് ഉയർത്തി എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന സംബോധനയോടുകൂടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തന്റെ ദൈവമായി അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നതായ ഒരു പ്രഖ്യാപനമായി നമുക്ക് ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ആരാധനകളിലെല്ലാം നാം ദൈവസ്ഥാനത്തിലേക്ക് കൂടി വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ ആ ഒരു അംഗീകാരത്തോടെ, സമർപ്പണത്തോടെ, സാക്ഷ്യത്തോടെ, അനുതാപത്തോടെ, വേദനയ്ക്കുന്ന ഹൃദയത്തോടുകൂടെ യേശുവിന്റെ സാക്ഷ്യം ഈ ലോകത്തിന് വിളംബരം ചെയ്യുവാൻ നാം ദൈവത്തെ ആരാധിക്കുന്നവരായി മാറ്റപ്പെടണം. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ ആ ഒരു നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തും.